തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്ത് ഹോം വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ജിമ്മിൽ പോകുമ്പോൾ സാധാരണയായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് എന്താണ്? കോമൺ ആയിട്ട് ഒരുപാട് ഘടകങ്ങളുണ്ട്. കോമൺ ആയിട്ടുള്ള 3 ഘടകങ്ങളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 3 വ്യത്യസ്തമായി നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ 3 വ്യത്യസ്തമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്, 1 ഡംബല്, 2 ബാർബെല്ല്, 3 കേബിള്. ഇതിൻ്റെ 3ൻ്റെ ഒരു കോമ്പിനേഷനാണ് കോമൺ ആയിട്ട് ഈ ജിമ്മുകളിലൊക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ ബാർബെല്ലും ഡംബലും കാണും. ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു, വേറെ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന പല ആളുകൾക്കും അവർ ഇതൊക്കെ ഒരു വേരിയേഷനായിട്ടാണ് കാണുന്നത്. ആ ഡംബലിലും വേണമെങ്കിൽ ചെയ്യാം, ബാർബെല്ലിലും ചെയ്യാം, കേബിളിലും ചെയ്യാം. ചുമ്മാ മാറ്റിയും തിരിച്ചുമൊക്കെ വെറുതെ ഇങ്ങനെ മാറ്റിയും തിരിച്ചുമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കേബിളിൽ ചെയ്താലും ബാർബെല്ലിൽ ചെയ്താലും ഡംബലിൽ ചെയ്താലും ഒരുപോലെയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല എന്നാണ് പറയേണ്ടത്. അതായത് നിങ്ങൾ ഡംബലിൽ ചെയ്യുമ്പോഴും ബാർബെല്ലിൽ ചെയ്യുമ്പോഴും കേബിൾ ചെയ്യുമ്പോഴും അത് തീർച്ചയായിട്ടും ഒരുപോലെയല്ല നിങ്ങൾക്ക് റിസൾട്ട് തരുന്നതും. അത് പല സമയത്ത് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മുടെ ഗോൾ അനുസരിച്ച് നമ്മൾ പല രീതിയിലാണ് അതിന് പ്രയോജനപ്പെടുത്തേണ്ടത്. വെറുതെ ചോയ്സ് എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പം അതിനെപ്പറ്റിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഇപ്പോൾ വർക്കൗട്ടിനെ കുറിച്ച് ഉള്ള വീഡിയോസ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായല്ലോ ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഇപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഡംബലും ബാർബെല്ലും കാലിസ്തനിക്സ് പോലെയാണ്. ഇപ്പോൾ കാലിസ്തനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡി വെയിറ്റ് യൂസ് ചെയ്താണ് കാലിസ്തനിക്സ് ചെയ്യുന്നത്. അതായത് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ്, ഗ്രാവിറ്റി താഴോട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മറ്റേ ന്യൂട്ടൻ്റെ തലയിൽ കല്ല് വീണല്ലോ, ആപ്പിൾ വീണല്ലോ, നമ്മൾ എന്ത് മുകളിലോട്ട് എറിഞ്ഞാലും അത് താഴോട്ട് വരും. അപ്പോൾ ഗ്രാവിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ കാലിസ്തനിക്സ് ചെയ്യുന്നത്. നമ്മുടെ ബോഡി വെയിറ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പുഷ് ചെയ്താണ് അല്ലെങ്കിൽ പുള്ള് ചെയ്താണ് നമ്മൾ കാലിസ്തനിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതേ മെത്തേഡ് തന്നെയാണ് ബാർബെല്ലും ഡംബലും വർക്കാവുന്നത്. ബാർബെല്ല് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അതായത് താഴോട്ട് വലിക്കുകയാണ്. നമ്മളൊരു ഡംബൽ എടുക്കുമ്പോൾ അതെപ്പോഴും താഴോട്ട് പുള്ള് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാവിറ്റി. നമ്മളൊരു ബാർബെല്ല് എടുക്കുമ്പോൾ താഴോട്ട് പുള്ള് ചെയ്യാണ്. അതേസമയം കേബിൾ എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി അനുസരിച്ച് പുള്ള് ചെയ്യുകയാണെങ്കിലും, ഉദാഹരണം കേബിളും ഗ്രാവിറ്റി തന്നെയാണ്, അത് ഡയറക്റ്റ് ഗ്രാവിറ്റി അല്ല. ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ഡംബലുണ്ട് അല്ലെങ്കിൽ ഒരു ബാർബെല്ലുണ്ട്, അത് നേരെ ഡയറക്റ്റ് ഗ്രാവിറ്റിയാണ്. കേബിൾ എന്ന് പറഞ്ഞാൽ ഒരു കേബിൾ പോയിട്ട് ആ കേബിൾ വേറൊരു വെയിറ്റിൽ ജോയിൻ ചെയ്യിപ്പിക്കും. അപ്പം നമ്മളിപ്പോൾ കേബിൾ കൊണ്ട് ഇപ്പോൾ ബൈസെപ്സ് കേൾ ചെയ്യുമ്പോൾ കേബിള് ആ വെയിറ്റിനെ പുള്ള് ചെയ്യും, എന്നിട്ട് ആ വെയിറ്റ് ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ താക്കുമ്പോൾ എന്താണ്, ആ വെയിറ്റ് താരുന്നു, അതിനനുസരിച്ച് കേബിള് താരുന്നു. അതായത് അതും ഒരു കേബിൾ ലൈന് വെച്ച് ഒരു വെയിറ്റിനെ കേബിൾ വഴി വലിച്ചാണ് നമ്മളത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ അത് ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മറ്റേ കേബിൾ ഓവർഹെഡ് എക്സ്റ്റൻഷൻ ചെയ്യുമല്ലോ, ഈ കേബിളിൽ പോയിട്ട് ക്രോസ് ഓവർ മെഷീനിൽ പോയിട്ട് കേബിള് ആ ബാറ് ഏറ്റവും താഴത്തെ റോയിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ കേബിൾ എടുത്തിട്ട് ഇങ്ങനെ പുള്ളി ചെയ്യും. അതായത് ഇപ്പോൾ ഡംബൽ എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കേബിൾ എടുത്തിട്ട് ഓവർഹെഡ് ഇത് എക്സ്റ്റൻഷൻ, ട്രൈസെപ്സ് ഓവർഹെഡ് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോഴും ഒരു ഡംബൽ എടുത്ത് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്താണ്? കേബിൾ എന്ന് പറയുന്നത് ഈ ലൈന് വഴി നിങ്ങളുടെ ഗ്രാവിറ്റി വലിക്കുന്നത് എന്താണ്? ഗ്രാവിറ്റി നിങ്ങളുടെ അങ്ങോട്ടായിരിക്കും വലിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഓവർഹെഡ് എക്സ്റ്റൻഷൻ ഇങ്ങനെ ചെയ്യുകയാണ്, അപ്പോൾ കേബിള് എന്താണ്, എൻ്റെ ഈ കൈയുടെ ഡയറക്ഷൻ അങ്ങോട്ടാണ് വലിക്കുന്നത്, അങ്ങോട്ടാണ് ഗ്രാവിറ്റി വലിക്കുന്നത്. കാരണം കേബിൾ വഴി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ കേബിളിൻ്റെ കണക്ഷൻ അങ്ങോട്ടാണ് വലിക്കുന്നത്. അതേസമയം ഡംബലാണെങ്കിലോ അങ്ങോട്ടല്ല, ഇങ്ങോട്ടല്ല വലിക്കുന്നത്, താഴോട്ടാണ് വലിക്കുന്നത്. ഡംബൽ ഞാൻ യൂസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കേബിളിൻ്റെ എഫക്റ്റ് കിട്ടൂല. കേബിള് എൻ്റെ തലയുടെ ബാക്കിലോട്ടാണ് ഈ ഗ്രാവിറ്റി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഓവർഹെഡായിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഡംബലാകുമ്പോൾ എന്ത് പറ്റും? ഈ താഴോട്ടായിരിക്കും പോകുന്നത്, കാരണം ഡംബലിൻ്റെ ഗ്രാവിറ്റി താഴോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതാണ് ഈ കേബിളിൻ്റെ ബാർബെല്ലും ഡംബലുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത്.
ഈ കേബിൾ ഏത് ലെവലിൽ നമ്മൾ പൊക്കി വെച്ചാലും ആ സൈഡിലോട്ട് നമുക്ക് ഗ്രാവിറ്റി എന്ത് പറയാൻ, ആ സൈഡിലോട്ടുള്ള ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ആ മൂവ് ചെയ്യാൻ പറ്റും. ഡംബലും ബാർബലും ആണോ എപ്പോഴും ഗ്രാവിറ്റി താഴെ തന്നെ ആയിരിക്കും. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഗ്രാവിറ്റി താഴോട്ടായിരിക്കും വരുന്നത്. കേബിൾ ആകുമ്പോൾ നമ്മൾ ഏത് ലെവലിൽ വെച്ചാൽ, ഇപ്പോൾ എൻ്റെ ഈ ലെവലിൽ ഒരു കേബിൾ വലിച്ചിട്ട് ഞാൻ വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ പുള്ളിങ് ഇങ്ങോട്ടായിരിക്കും വരുന്നത്. കേബിൾ ഇങ്ങനെ കിടക്കണോണ്ട് തന്നെ ആ കേബിൾ ഞാൻ കൈ പിടിച്ചിട്ട് ഒരു വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഈ ഗ്രാവിറ്റി വരുന്നത്, ഇപ്പം എല്ലാം ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിലും ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് പുഷ് ചെയ്യുന്നതാണെങ്കിലും ഇവിടെ കേബിൾ നമുക്ക് ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് തരും. ഇവിടെ നിന്ന് വരുന്ന കേബിളിൽ നിന്ന് വരുന്ന പ്രതിരോധമാണ് നമ്മൾ പുഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡംബലോ ബാർബലോ എടുത്താൽ സൈഡിൽ ഇവിടെ നിന്ന് ഗ്രാവിറ്റി വരത്തില്ല, കേബിളില്ല, പകരം താഴോട്ട് വരും. അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ട്രൈസെപ്സിന് പിടിക്കത്തില്ല. ഇതൊരു വർക്കൗട്ടല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു ഡംബൽ എടുത്ത്, ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ ഒരു വാട്ടർ ബോട്ടിൽ എടുക്കാം. അപ്പോൾ ഇതൊരു വാട്ടർ ബോട്ടിലാണ്. ഞാൻ ഇതെടുത്തിട്ട് ഇങ്ങനെ ചെയ്തെന്ന് വിചാരിച്ചോ, ഇത് എവിടെയാണ് വർക്ക്, ഇത് എൻ്റെ ട്രൈസെപ്സ് വർക്കാവും. ഞാൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ട്രൈസെപ്സ് വർക്കാവത്തില്ല. പകരം ഇതെന്താണ്, എൻ്റെ ഈ ഫ്രണ്ട് ഡെൽറ്റോയിഡാണ് നിൽക്കുന്നത്, എന്താ ഷോൾഡറാണ് പിടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ വർക്കാവുന്ന ഷോൾഡറാണ്. അതേസമയം ഇത് കേബിളുള്ള ഒരു റോ എന്ന് വിചാരിച്ചോ, അതായത് എൻ്റെ കൈയുടെ ബാക്കിൽ കൂടെ കേബിൾ പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇങ്ങനെ കഴിയുമ്പോൾ എന്ത് പറ്റും, ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റോയിഡ് പിടിക്കുമെങ്കിലും ഇങ്ങനെ ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ബാക്കിലോട്ട് പോകണമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രൈസെപ്സ് ആക്റ്റീവ് ആവും. അതായത് കേബിളല്ല ഡംബലാണെങ്കിലോ ട്രൈസെപ്സ് ആക്റ്റീവ് ആവത്തില്ല. കാരണം ഈ ഗ്രാവിറ്റി പുള്ളി ചെയ്യുന്നത് താഴോട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ കേബിൾ എന്ന് പറയുന്നത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഈ ഒരു അടിസ്ഥാനം വെച്ചിട്ടാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതാണ് പ്രധാനമായിട്ട് കേബിളും ബാർബലും ഡംബലും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് ഞാൻ അടുത്ത പാർട്ടിൽ ഇത് ഒന്നുകൂടെ പറയാം. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ 7 മിനിറ്റായി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേബിൾ എന്ന് പറയുന്ന ഒരു ചോയ്സ് ആയിട്ടല്ല ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ബെനിഫിറ്റ്, കേബിൾ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആ മെത്തേഡ് മനസ്സിലാവും. ഈ ഒരു ബെനിഫിറ്റ് ഞാൻ പണ്ട് ഹൈപ്പോട്രോഫിക്ക് ചെയ്തിരുന്ന സമയത്ത് കേബിൾ നന്നായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ അറിയാമായിരുന്നു. അതായത് നമുക്ക് ഓരോ മസിലിനെയും കറക്റ്റായിട്ട്, അതായത് ഗ്രാവിറ്റി ഏത് സൈഡിൽ നിന്ന് വേണോ നമുക്ക് പുള്ള് ചെയ്യാൻ പറ്റില്ല. കേബിളിൽ ഡംബലും ബാർബലും എടുത്താൽ എല്ലാ സമയത്തും ഗ്രാവിറ്റി താഴോട്ടാണ് വലിക്കുന്നത്. നമ്മൾ ഏത് വെയിറ്റ് എടുത്ത് നോക്കിയാലും താഴോട്ടാണ് വരുന്നത്. കേബിൾ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ നിന്ന് ആ റെസിസ്റ്റൻസ് കിട്ടും. ഇപ്പോൾ കേബിൾ ട്രൈസെപ്സ് കിക്ക് ബാക്ക് ഒക്കെ എനിക്ക് ഭയങ്കര എഫക്റ്റീവാണ്. അതായത് എൻ്റെ അനുഭവം കൊണ്ട് പറയാം, ഞാൻ പണ്ട് ചെയ്ത വെച്ച്, അതായത് ചുമ്മാ ഇതൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടി, അപ്പോഴും കാലിസനിക്സ് തന്നെയാണ്. അപ്പം ഞാൻ ചെയ്തപ്പോൾ ഞാൻ ബാർബല് കിക്ക് ബാക്ക്, അല്ല മറ്റേ ഡംബൽ കിക്ക് ബാക്ക്, ഡംബൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കിക്ക് ബാക്ക് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഡംബൽ എടുത്തിട്ട് ഇങ്ങനെ കിക്ക് ബാക്ക് ചെയ്യാൻ വേണ്ടി ഡംബൽ എടുത്തു. അപ്പം ഞാൻ ഇപ്പോൾ കയ്യിലൊരു ഡംബൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഡംബലിൻ്റെ വെയിറ്റ് താഴോട്ടാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് പുള്ളി ചെയ്യുന്ന ഇപ്പോൾ എൻ്റെ ഈ ഒരു കൈ ഡംബലാണ്. അപ്പോൾ ഇത് താഴോട്ട് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് ഇങ്ങനെ പുള്ളി ചെയ്യുന്ന ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. കൈ ഇരിക്കുന്ന വെയിറ്റ് താഴോട്ട് വലിക്കുകയാണ്. അതേസമയം കേബിളാണെങ്കിൽ എന്ത് പറ്റും, താഴോട്ടല്ല, കേബിള് നേരെ എൻ്റെ ഈ കൈയുടെ നേരെയാണ് കേബിൾ പോയിരിക്കുന്നത്. അപ്പോൾ കേബിളിൻ്റെ റെസിസ്റ്റൻസ് സൈഡിലോട്ടാണ്. അപ്പോൾ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ കിക്ക് ബാക്ക് നല്ല രീതിയിൽ വർക്കാവും. ഈ ട്രൈസെപ്സ് കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യും ഈ കേബിളിൽ വലിക്കുമ്പോൾ. ഡംബലാണെങ്കിൽ ഈ റെസിസ്റ്റൻസ് താഴോട്ടാണ് വലിക്കുന്നത്, നമ്മൾ ഇങ്ങനെ പൊക്കിയിട്ടാണ് നിർത്തുന്നത്. കേബിളാണെങ്കിൽ അങ്ങോട്ടാണ്, നമ്മൾ കൈ പൊക്കിയിട്ട് നേരെ ഇരിക്കുന്ന ഇതിനെ ബാക്കിലോട്ട് വലിച്ചാണ് ചെയ്യുന്നത്. ഡംബല് താഴോട്ടുള്ളതിനെയാണ് വലിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കിക്ക് ബാക്ക്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയാം, കിക്ക് ബാക്ക് ഒക്കെ ഏറ്റവും നല്ലത് നിങ്ങളുടെ ആ മസിൽസിനെ കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ കേബിൾ തന്നെയായിരിക്കും നല്ലത്. അത് നമുക്ക് സൈഡിൽ നിന്നുള്ള ഗ്രാവിറ്റി കിട്ടും. അതായത് ഗ്രാവിറ്റിയെ താഴോട്ട് പകരം സൈഡിൽ നിന്ന് പുറകിലോട്ട് നമുക്ക് ആ ഗ്രാവിറ്റിയെ പുള്ള് ചെയ്യാൻ പറ്റും. ഡംബൽ താഴോട്ടായിരിക്കും എപ്പോഴും വരുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് പോലും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്തൊരു വേറൊരു വീഡിയോ ചെയ്യാം. അതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ഇത് തന്നെ 10 മിനിറ്റായി. ലോങ് വീഡിയോസ് ഞാൻ ചെയ്യുന്നില്ല, കുറച്ച് തിരക്കിലാണ്. അപ്പോൾ കേബിൾ ഇങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് പലർക്കും അറിയത്തില്ല. എനിക്കൊരു മെജോറിറ്റി ആളുകളും കേബിൾ എന്നുള്ള ചോയ്സ് കണക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിക്ക് ബാക്കിൻ്റെ കാര്യം ഉദാഹരണം പറഞ്ഞാൽ പല വർക്കൗട്ടുകളും നിങ്ങളുടെ മസിൽസിനെ ഷേപ്പ് ചെയ്യാനും ടാർഗറ്റ് ചെയ്യാനൊക്കെ ഡംബലിനേക്കാളും ബാർബലിനേക്കാളും കേബിളാണ് നല്ലത്. കാരണം ഗ്രാവിറ്റിയെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വെച്ച് ഗ്രാവിറ്റി ഉപയോഗിക്കാൻ പറ്റും. ഡംബലും ബാർബലും ആണെങ്കിൽ ഗ്രാവിറ്റി എല്ലാ സമയത്തും താഴോട്ടായിരിക്കും നമ്മളെ പുള്ള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് റിസൾട്ടിനെ ബാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ
www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.